ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര രായിരനെല്ലൂർ മലയിലേക്കാട്ടോ. നമ്മുടെ നാരായണത്ത് പ്രാന്തൻ്റെ മലയില്ലേ അവിടേക്കാണ് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങൾ പോകുമ്പോൾ കണ്ടൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും ചേർന്നൊഴുകുന്ന പുഴ. ഞങ്ങൾ പോകുമ്പോൾ കണ്ട വീടാണ് കേട്ടോ ഇത്. പാടത്തിൻ്റെ സെൻറ്ററിലാട്ടോ ഈ വീടുള്ളത്. ഫില്ലറും കൊണ്ടാണ് അവർ നടക്കുന്ന സ്ഥലമൊക്കെ കെട്ടിയിരിക്കുന്നത്. ഞങ്ങളങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉച്ച നേരമായപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. നാരായണത്ത് പ്രാന്തൻ്റെ മലയാണ് കേട്ടോ. മേലേക്ക് എത്താണ്ട് കുറേ നടക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കേട്ടോ. ഒന്നും രക്ഷയില്ല കേട്ടോ. രക്ഷയില്ല കേട്ടോ. കയറി കയറി മടുത്തു. തുടങ്ങിയിട്ടുള്ളൂ. ഇനി അതാ കിടക്കണോ വഴിയിട്ട്. കുത്തനെയുള്ള വഴികളാട്ടോ. കുറച്ച് കയറുമ്പോഴേക്കാണ് നമ്മൾ ക്ഷീണിച്ചു. തീരെ വയ്യ. കല്ലുകുത്തി കയറ്റിയത് സമ്മതിക്കണം. അവിടെ കയറി മടുത്തിട്ട് എവിടേക്ക് ഇരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ മേലേക്ക് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ. എല്ലാവരും കയറി ക്ഷീണിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ മുകളിലെത്തി. നല്ല തിരക്കായിരുന്നു അവിടെ. ഏകദേശം മുകളിലെത്തുമ്പോൾ തന്നെ നമുക്ക് പ്രതിമ കാണാൻ പറ്റും കേട്ടോ. എല്ലാ വർഷവും തുലാം 1-നാണ് കേട്ടോ ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. ഇതാണ് കേട്ടോ നാരായണത്ത് പ്രാന്തൻ്റെ പ്രതിമ. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ. ഞങ്ങൾ പ്രതിമയുടെ ബാക്കിൽ വന്നപ്പോൾ എല്ലാവരും കല്ലിൻ്റെ മേൽ കല്ലുകളൊക്കെ വെച്ച് അടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചേച്ചിയോട് ചോദിച്ചിരുന്നു കേട്ടോ, എന്തിനാണ് ചേച്ചി ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചിക്കും അറിയില്ലായിരുന്നു. പിന്നെ എല്ലാവരും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങളും ചെയ്തു. ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം. ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ് കേട്ടോ. ഇവിടെ ആണുങ്ങൾക്ക് മുണ്ടുടുത്തിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ. അതുപോലെ ഷർട്ടും അഴിക്കണം കേട്ടോ. തൊഴുതിറങ്ങി വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ കയറി വന്നതിൻ്റെ. അപ്പോൾ ഇളനീര് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓരോ ഇളനീരൊക്കെ കുടിച്ചു. ഞങ്ങൾ ഇളനീരൊക്കെ കുടിച്ച് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഒരു കൈ നോക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം വിളിച്ച് ഒന്ന് കൈ നോക്കാൻ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈയൊന്ന് നോക്കിച്ചിട്ടോ. പറഞ്ഞതിൽ കുറേയൊക്കെ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ ഏട്ടനൊരു കൊതി തോന്നിയിട്ട് ഏട്ടനെ നോക്കിയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കണ്ട ഒരു അടിപൊളി വ്യൂ ആട്ടോ. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. നല്ല ഭംഗി തോന്നിയിട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. ഇവിടേക്ക് വരാൻ 3 വഴികളുണ്ടെന്നാണ് പറയണത്. സ്റ്റെപ്പുള്ള ഒരു വഴിയുണ്ട് അത്രേ. ആ വഴി കൂടെയാണ് ശരിക്കും ഈ അമ്പലത്തേക്ക് വരാനുള്ള വഴി. ഞങ്ങൾ വന്നത് വേറെ 2 വഴി കൂടെയാണ് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കയറുമ്പോൾ 1.5 കയറ്റം കയറ്റി കയറി. ചെരുപ്പൂരിയില്ലെങ്കിലേ നമുക്ക് ഇങ്ങനെ വീഴുന്ന തോന്നുന്നു. ഞങ്ങൾ വരുമ്പോൾ സ്വത്തോട്ടനെ കൊണ്ടുവന്നില്ല കേട്ടോ. അവനെ അംഗനവാടിക്ക് ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അവൻ്റെ ഒരു പരാതി തീർന്നോട്ടെ പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പില്ലോ കിട്ടി. പല പല കളറായിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു ആമേനെയൊക്കെ എടുത്ത് നോക്കി, പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടെ വെച്ചു. പില്ലോ മാത്രമാണ് കേട്ടോ എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.